നമ്മുടെയൊക്കെ വീടുകളിൽ എന്ന് രാവിലെ മുതൽ കേൾക്കുന്ന കാര്യമാണ് ഉമ്മ എൻ്റെ ബാഗ് എവിടെ, എൻ്റെ ബുക്ക് എവിടെ, അല്ലെങ്കിൽ എൻ്റെ കളിക്കുന്ന സാധനങ്ങൾ എവിടെയെന്നല്ലേ. ഉടനെ തന്നെ നമ്മൾ മക്കളെ കുറ്റം പറയും, നീ എവിടെ വെച്ച്, നീ എവിടുന്ന് എടുത്തോടത്ത് വെക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറ്റം പറയും അല്ലേ. ഇത് കുട്ടികളുടെ മാത്രമല്ല കേട്ടോ, നമ്മുടെ വലിയവരെയും എല്ലാവരെയും ഒരു സ്വഭാവമാണിത്. പക്ഷേ നമ്മളാണ് അവർക്ക് മാതൃകയാവേണ്ടത്. വീടിൻ്റെ ഓരോ മുക്കുമൂലയും സുപരിചിതമാവണം എല്ലാവർക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്കല്ലേ. അവിടെ ഉണ്ടാകുന്ന ഓരോ ചെറിയ മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. കുട്ടികൾക്ക് വേണ്ടത് നിയന്ത്രണമല്ല, മാതൃകയാണ് വേണ്ടത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും കണ്ടിട്ടാണ് അവർ വളരേണ്ടത്. അവർ ഉപയോഗിക്കുന്ന ബാഗ് സ്ഥിരമായ ഒരു സ്ഥലത്ത് തന്നെ വെക്കണം. അവരുടെ പെന്ന്, പെൻസിൽ, ബോക്സ്, അവർ കളിക്കുന്ന സാധനങ്ങളെല്ലാം ഒരു സ്ഥലത്ത് തന്നെ വെക്കണം. അവർ കളി കഴിഞ്ഞു കൊണ്ടുവന്നാൽ അത് ഇന്ന സ്ഥലത്ത് തന്നെ നമ്മൾ വെക്കാൻ അവരെ പരിശീലിപ്പിക്കണം. നിങ്ങൾക്കറിയില്ലേ, പണ്ട് കാലത്തുള്ള ആളുകൾ പറയും, നമ്മളെല്ലാം കണ്ണുകൾ മൂടിക്കെട്ടി കഴിഞ്ഞാലും വീടിനകത്തുള്ള ഏത് സാധനവും നമ്മൾക്ക് എടുത്തു കൊണ്ടുവരാൻ കഴിയണമെന്ന് മുതിർന്നവർ പറയാറുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ദൂരെ നിന്നിട്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വീട്ടിൽ അതിൽ നിന്ന് അത്യാവശ്യമായി എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുടുംബക്കാരെയോ പരിചിതരെയോ നമ്മൾ വീട്ടിലേക്ക് അയക്കും. എന്നിട്ട് അവർക്ക് ഫോൺ ചെയ്ത് പറയാൻ കഴിയണം, ഇന്ന റൂമിൽ ഇന്ന അലമാറയുടെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലെ സെൽഫിൻ്റെ ഒരു മൂലയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയണം. അത്രയും കണ്ണിങ്ങായിട്ട് വേണം നമ്മൾ സാധനങ്ങളൊക്കെ വീട്ടിൽ സൂക്ഷിക്കാൻ.